ഈ ഗേറ്റിന് പ്രത്യേകത ഉണ്ട്. ഇത് പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ നിർമ്മിച്ചതല്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ വെൽഡിങ് മെഷീൻ വെച്ചിട്ട് വെൽഡ് ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും ആരും മൈൻഡ് ചെയ്യാൻ പാടില്ല. ഇത് എൻ്റെ ലോക്കാണ്. ലോക്ക് ഇലക്ട്രിക് ലോക്കാണ്. 12 വോൾട്ടും 14 ഇലക്ട്രിക് ലോക്കാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ലോക്കൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അതിനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും വർക്ക് ചെയ്യുന്നുണ്ട്. അതെൻ്റെ ലോക്ക് ഓപ്പൺ ആക്കാനുള്ള ഹാൻഡിലാണ്. ഈ ലൈറ്റും ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് തന്നെയാണ്, വാങ്ങിയതല്ല. പിന്നെ ഈ ഫില്ലറ് ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. മറ്റേ ലൈറ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ അതിന് സോളാർ ഫിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. 2 ഫില്ലറുകൾ വാർത്തുണ്ടാക്കിയതാണ്. കല്ലുകൊണ്ട് കൊടുത്തല്ല, വാർത്ത് കോൺക്രീറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. പിന്നെ ഗേറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് സ്ലൈഡിങ് ഗേറ്റാണ്. 2 ഭാഗത്തും നീക്കണ ഗേറ്റാണ്. പക്ഷേ അതിൻ്റെ വീല് കാണില്ല, റോട്ടിൽ വീല് കാണില്ല. പിന്നെ ഇതിന് കവർ ഇട്ടണത് മഴൻ്റെ വീല് മുകളിലാണ്. ആ വീല് മഴ ഉള്ളവർക്കാണ് കവർ ഇട്ടുന്നത്. ഇത് ഓട്ടോമാറ്റിക് സംവിധാനം വെച്ചതാണ്. പ്രഷർ പമ്പ് വെച്ചിട്ട് വെള്ളം നിറച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റ് തുറക്കുന്ന സംവിധാനം വെച്ചതാണ്. പക്ഷേ അതിൻ്റെ പണി കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് വേറെ വീഡിയോ കാണാം. ഇത് മിനി പ്രഷർ പമ്പ് വെച്ച് വെള്ളം അടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം നിറയും. അപ്പോൾ ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. പിന്നെ അടുത്തൊരു മിനി വാട്ടർ പമ്പ് വെച്ചിട്ട് മറ്റൊരു വെള്ളം അടിക്കുമ്പോൾ അത് ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. അതാണ് അതിൻ്റെ സിസ്റ്റം. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഈ ഗേറ്റിൻ്റെ വ്യൂ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് പുതിയ ചാനലാണ്, അതുകൊണ്ട് ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. ഈ ഗേറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഗേറ്റിൻ്റെ